ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങളുടെ ഡിന്നറ് നല്ല കപ്പയും നല്ല വറുത്തരച്ച മീൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ മീനിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. എന്തൊരു മീൻ കേട്ടോ. അപ്പോൾ മീനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡീപ്പ് ഫ്രൈ ഒന്നല്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞു പോകില്ലല്ലോ. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള മീൻ കറി ആട്ടോ വയ്ക്കണത്. അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കപ്പ 1 കിലോ ഉണ്ടാവും. 1 കിലോയ്ക്ക് ഇവിടെ 120 രൂപയാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ 10-20 രൂപയ്ക്കൊക്കെ കിട്ടും. ഇവിടെ വല്ലപ്പോഴൊക്കെ കിട്ടണമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. 120 രൂപ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയാം, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കപ്പ ഞാൻ കുക്കറിലാട്ടോ വേവിച്ചെടുക്കണം. സാധാരണ ഞാൻ കുക്കറിലൊന്നും വേവിക്കാറില്ല. ഇന്നാണെങ്കിൽ ടൈമില്ല, 8 മണിയായി. ഇപ്പോൾ ആണെങ്കിൽ ഉമേഷ് കഴിക്കാൻ വേണ്ടി വരും കേട്ടോ. വിശന്നിട്ട് വയ്യ, ഒന്നും ഉണ്ടാക്കിയില്ലേ ചോദിച്ചിട്ട് വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കപ്പ കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിലെടുത്തിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കണം കപ്പ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കപ്പ വലിയ കാര്യമായിട്ട് ഇങ്ങനെ തേങ്ങയും മുളകും അങ്ങനെ നമ്മൾ ഒതുക്കിയെടുക്കില്ല തേങ്ങ, അതുപോലെ ഒന്നും ഉണ്ടാക്കാനില്ല. ചുമ്മാ പച്ച തേങ്ങ ഇടട്ടുള്ളൂ കേട്ടോ. കപ്പ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് നന്നായിട്ട് ഉണ്ടാവും, പക്ഷെ ഞാൻ ഇടാൻ മറന്നു കേട്ടോ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാ വീണ പറയുന്ന ഒരാളില്ലേ, വീണ നായരോ അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ നോക്കിയിട്ട് വെച്ചാണ് കേട്ടോ. പക്ഷെ ഞാനിതിൽ ചെറിയ ഉള്ളി എല്ലാം ഇട്ടിരിക്കണത്, നമ്മുടെ സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ടാട്ടോ ഇട്ടേക്കണത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ വറുത്തരച്ച മീൻ കറിയൊക്കെ വയ്ക്കണത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കപ്പ നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നൈനും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കുഴഞ്ഞിരിക്കുമ്പോഴാണ് എനിക്കിഷ്ടം കേട്ടോ. പിള്ളേർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമേഷ് വന്നു, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം കപ്പയും മീൻ കറിയും കഴിക്കുമ്പോഴേ എന്തൊരു ടേസ്റ്റാണ്, വയറങ്ങിട്ട് നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞു. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ.